CHR വിഷയം ആയുധമാക്കിക്കൊണ്ട് കോൺഗ്രസിനെ കൂട്ടുപിടിച്ച് കപട പരിസ്ഥിതി സംഘടനകൾ ജില്ലയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുകയാണെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ഭൂവിഷയത്തിൽ കോൺഗ്രസിന്റെ കപടമുഖം ജനങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കഴിഞ്ഞ 20 വർഷമായി ഇടുക്കിയിൽ കോൺഗ്രസിന് ഒരു MLA പോലും ഇല്ലാത്ത അവസ്ഥ ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. CHR വിഷയത്തിൽ CPM വടൻമേട് ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച സായാഹ്ന സദസ്സ് അണക്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂമി കൃഷിക്കാർ നഷ്ടപ്പെടാതിരിക്കാൻ ഇപ്പൊ 36,000 ഏക്കർ ഇടുക്കി ജില്ലയിൽ ഏലകൃഷി വനഭൂമി എന്നുള്ളത് മാറി, കുത്തകപ്പാട്ടം എന്നുള്ളത് മാറി. ഈ ഇടുക്കി ജില്ലയിലെ കൃഷിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതോപാധിയായി മാറിയിരിക്കുകയാണേലും ആ ഏലകൃഷിയെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഇടുക്കി ജില്ലയിലെ കൃഷിക്കാരുടെ താല്പര്യം വിഷയമുണ്ട്. വളരെ ബോധപൂർവമാണ് CHR എന്ന് പറഞ്ഞ പരിസ്ഥിതിവാദി വരുന്നുണ്ട്. അതിനെതിരായി പ്രിയപ്പെട്ടവരെ നമുക്ക് ജാഗ്രത ഉണ്ടാവണം. കോൺഗ്രസ് ഈ നിയമമെല്ലാം ഉണ്ടാക്കി ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ച അനുഭവങ്ങളുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ 20 വർഷക്കാലമായി കോൺഗ്രസിന് MLA ഇല്ലാത്ത ജില്ലയായി ജില്ല മാറിയിട്ടുണ്ട്. അത് ഞങ്ങൾ നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ വിഷയത്തിനകത്ത് CHRുമായി ബന്ധപ്പെട്ട പുതിയ പരിസ്ഥിതിവാദികൾ വരുന്നു. ഒരുപാട് ആളുകൾ കടന്നു വരുന്നുണ്ട്. ആ വരുന്നവരെല്ലാം തിരിച്ചറിയേണ്ടതുണ്ട്. ഭൂപ്രശ്നങ്ങളിൽ കോൺഗ്രസ് തീർത്ത ചതിക്കുഴികൾ തിരിച്ചറിയുക, LDF സർക്കാരിന്റെ നിലപാടുകൾക്കൊപ്പം അണിചേരുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് CPMന്റെ നേതൃത്വത്തിൽ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചത്. CHR ചരിത്ര വസ്തുതകളും LDF സർക്കാർ നിലപാടും എന്ന വിഷയത്തിൽ അണക്കരയിൽ നടന്ന യോഗത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. നേതാക്കളായ KR സോദരൻ, TSPC നേതാക്കളായ PK രാമചന്ദ്രൻ, K സോമശേഖരൻ, സതീഷ് ചന്ദ്രൻ, S സുധീഷ്, M നാഗയ്യ, മെറീന ജോൺ, സന്ധ്യാരാജ, ബിജു കൊല്ലമല, സജിതാഭായി, C കണ്ണൻ, അജി പോളച്ചിറ, ഷെല്ലി തോമസ്, ജിജു എബ്രഹാം, അഭിലാഷ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അണക്കര.